നമസ്കാരം. CPM എന്ന് കേൾക്കുമ്പോൾ കേരളക്കാരിൽ എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും ഒരു രോമാഞ്ചമൊക്കെ വരാറുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദാരുണമായ പതനം കനലൊരു തരിമതി എന്ന അണികളെ കൊണ്ട് പറയിപ്പിക്കുന്നിടത്ത് വരെ എത്തി. അങ്ങനെ 20-ൽ 19 തോറ്റ CPMന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ക്ഷീണമായി മാറി. എങ്ങനെയും പിടിച്ചു നിന്നേ പറ്റൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതും അതിൽ കോൺഗ്രസ് നയിക്കുന്ന UDFനെ തകർത്തുകൊണ്ട് ചരിത്രം കുറിച്ചുകൊണ്ട് തുടർഭരണത്തിലേക്ക് CPM എത്തിയത്. എന്നാൽ 3 വർഷത്തോടടുക്കുമ്പോൾ ഇപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മര്യാദയ്ക്ക് ഉറക്കം പോലും കിട്ടാത്ത അവസ്ഥയായി മാറി. പൊതുവെ ജനങ്ങൾക്ക് വലിയ മതിപ്പായതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു സീറ്റ് കൂടി പോകുമോ എന്നാണ് ഇപ്പോൾ പാർട്ടിക്കാരുടെ പേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ ദേശീയ പാർട്ടി എന്ന പേരും കൂടി പോയി. ഇപ്പൊ ആകെയുള്ളത് മക്കളും മരുമക്കളും എല്ലാവരും വരുത്തി വെച്ച ചീത്തപ്പേര് മാത്രമാണ്. ഇതൊക്കെ ആയതുകൊണ്ട് കോൺഗ്രസിന് ഇതൊക്കെയും പൂ പറിക്കും പോലെ നിസാരമായ പണിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അരിയും പദയാത്രയും കൊണ്ട് തൃശ്ശൂരെങ്കിലും എടുക്കാമെന്ന വിശ്വാസത്തിലാണ് BJP നയിക്കുന്ന NDA സഖ്യം. അതിനിടയിൽ പൂഞ്ഞാറാശാൻ കൂടി കളത്തിലേക്ക് എത്തിയതോടെ പത്തനംതിട്ടയിലും ഒന്ന് കിട്ടുമെന്ന് അവരും വിശ്വസിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇനി വരാനുള്ളത് ഒരു വലിയ മത്സരത്തിന്റെ കാഹളം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിനിടയിൽ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യരായവരുടെ പേരുകൾ അവിടെയായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കൊല്ലത്ത് CPMന്റെ മുകേഷ്, വടകരയിൽ KK ശൈലജ, അങ്ങനെ നിലവിൽ നിയമസഭയിലുള്ളവരെ മത്സരിപ്പിക്കും എന്നാണ് CPയിൽ നിന്ന് ഉയരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള MLAമാരെ തൽക്കാലം രാജിവെപ്പിക്കാതെ മത്സരിപ്പിക്കാനുള്ള ബുദ്ധി അവർ കാണിക്കും എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ കിട്ടിയത് കൂടി പോകും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. കാര്യം എന്താണെന്ന് പാർട്ടിക്കാർക്ക് മനസ്സിലായിട്ടില്ല, പക്ഷേ പൊതുജനത്തിന് മനസ്സിലായി. അതാണ് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ ഉറക്കം നഷ്ടപ്പെട്ടതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ദേണ്ടെ വടക്ക് നിന്നും ഒരാൾ വലിയ പണിയുമായി ഇറങ്ങിയിട്ടുണ്ട്. ആരാണെന്നല്ലേ? വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയ പ്രധാനമന്ത്രി. അത് തന്നെ, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി. എന്തായാലും ജനത്തിനുള്ള വിശ്വാസം അങ്ങ് പോയി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 5 വർഷത്തിനിടയിൽ ഈ പ്രധാനമന്ത്രി സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിയത് 5 തവണയാണ്. എന്തൊരു ഉദാരമനസ്കത അല്ലേ? അതെങ്ങനെ ജോഡോ യാത്രയുടെ വിവിധ എഡിഷൻസ് ഇറക്കാനുള്ള തിരക്കിനിടയിൽ എന്ത് മണ്ഡലം എന്ത് ജനം? എന്തായാലും ഇക്കാര്യത്തിൽ ഇത്തിരിയെങ്കിലും പേടിയുള്ളത് CPMനാണ്. ഇത്തവണയും പാളിയാൽ പിന്നെ കേന്ദ്ര കമ്മിറ്റി പിരിച്ചുവിട്ട് പാർട്ടി ഓഫീസിൽ പപ്പട കച്ചവടം തുടങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും പാർട്ടിക്കില്ല. കാര്യം വേറൊന്നുമല്ല, കുറെ കാലം ഭരിച്ചൊരു പരുവമാക്കിയ പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ BJPയുടെ അവസ്ഥയിലായി CPM. ആസാം, ഒഡീഷ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ കനൽ ഒരു തരി കിടപ്പുണ്ട്. അതും ഇനി ആര് ഊതിപ്പെരുപ്പിക്കാനുള്ള സാധ്യത എന്തായാലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം ഈ 3 സംസ്ഥാനങ്ങളിലും ഒരാൾ വീതം മാത്രമാണുള്ളത്. ബീഹാറിലും തമിഴ്നാട്ടിലും തരി ഇച്ചിരി കൂടി വലുതാണ്. 2 പേർ വീതം CPMൽ നിന്ന് അവരുടെ നിയമസഭയിലുണ്ട്. ആഹാ, അന്തസ്. പിന്നെ തോറ്റമ്പിയ ത്രിപുരയിൽ 10 പേരുണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്നുള്ളതാണ് CPMന് ഒരാശ്വാസം. ഇക്കൂട്ടത്തിൽ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അത് മറ്റൊരാശ്വാസം. ഇനിയിപ്പോ ലോക്സഭയുടെ കാര്യമാണ് കഷ്ടം. ലോക്സഭയിൽ കനൽ കെടാൻ ഇനി അധിക സമയമില്ല എന്നാണ് തോന്നുന്നത്. ഇന്ത്യയിലെ CPMന്റെയും CPIയുടെയും കണ്ണുകൾ തെക്കോട്ട് തുറന്നിരിക്കുകയാണ്. ആരെങ്കിലും വന്നാൽ തരിയൊന്ന് ഊതി പെരുപ്പിക്കാം എന്നാണ് തൽക്കാലത്തെ ആശ്വാസം. CPMന് ആകെയുള്ളത് ലോക്സഭ സീറ്റിൽ വെറും 540 എണ്ണത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഇനി CPIക്ക് ഒരു സംസ്ഥാനത്ത് കൂടി അണയാതെ കിടക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതാകട്ടെ തെലങ്കാനയിലുമാണ്. ഇതാണ് മൊത്തത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. കഷ്ടം എന്നാണല്ലോ പറയാൻ തോന്നുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ വേറൊന്നുമല്ല. സത്യത്തിൽ അവരാകെ വിറല് പിടിച്ച അവസ്ഥയിലാണ്. രാഹുൽ ഗാന്ധിയെ കാണിച്ചുകൊണ്ട് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ആത്മഹത്യാപരമാണെന്ന് അറിയാമെങ്കിലും വേറൊരു വഴിയുമില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ്. പ്രധാനമന്ത്രിയാകാൻ പോയിട്ട് മര്യാദയ്ക്കൊരു MP ആകാൻ പോലും ആളില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് തകർന്നു എന്ന് പറയുന്നതാകും ശരി. ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി കോൺഗ്രസ്. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. ഇതാണ് അവസ്ഥ. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഗത്യന്തരമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിൽ നിൽക്കുകയാണ് എന്നാണ് പൊതുവിൽ സംസാരിക്കപ്പെടുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല,
ഒരു ശരാശരി ഇന്ത്യക്കാരൻ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ജോഡോ യാത്ര അത്രയ്ക്ക് പോരാ എന്ന് തോന്നിയിട്ടാകും കെ സുധാകരനും വി ഡി സതീശനും പിള്ളേരും കൂടി സമരാഗ്നിയുമായി കേരളത്തിൽ ഒട്ടുക്ക് ഓടിത്തുടങ്ങിയത്. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതായി ഇപ്പോൾ അവരുടെ അവസ്ഥ. അതുകൊണ്ടൊരു പുതുമ എങ്ങുമില്ല. CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട്, രാത്രി ബന്ധം എന്ന് വേണ്ട സകല കുന്നായ്മകളും പറഞ്ഞു പരത്തുകയാണ്. CPM-ഉം വിട്ടുകൊടുക്കുന്നില്ല, രാത്രി ബാന്ധവത്തിന്റെ കഥ പറയുകയാണ്. എന്തായാലും എന്താ, തെരഞ്ഞെടുപ്പ് അടുത്താൽ ഇതല്ല ഇതിനപ്പുറവും കാണേണ്ടി വരും എന്ന് ജനത്തിന് അറിയാവുന്നതുകൊണ്ട് തൽക്കാലം സേഫാണ് സ്ഥിതികൾ. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കിഴക്ക് നിന്ന് വന്നതും പോയി, ഒറ്റാലിൽ കിടന്നതും പോയി എന്ന അവസ്ഥയിലാകുമോ നമ്മുടെ CPM-ന്റെ അവസ്ഥ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാര്യം ക്ഷേമ പെൻഷൻ, എക്സാലോജിക്ക്, ലൈഫ് മിഷൻ, AI ക്യാമറ, K ഫോൺ, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു.